ഏതായാലും ഒരു കാര്യത്തിൽ ഞാൻ അവരെ അനുമോദിക്കുക. കാരണം പറ്റിയ അബദ്ധം പറ്റിയെന്ന് പറയാനുള്ള ഒരു ഇതെങ്കിലും സംഭവിച്ചല്ലോ. ഞാൻ ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ഇങ്ങനെയൊക്കെയാണോ ഒരു പ്രശ്നം? എന്നിട്ട് ഞങ്ങളോട് പറയാം രാഷ്ട്രീയം ഒന്നും പറഞ്ഞേക്കരുതെന്ന്. നിങ്ങൾ ഇവിടെ മെഡിക്കൽ കോളേജിനെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അടുത്തുകൊണ്ട് സ്ഥലത്തെ MLA പറ്റി ഇനി ഒന്നും പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കുഴപ്പം കൊണ്ടാണ് മോശം കെട്ടിടങ്ങൾ ഉണ്ടായത് എന്ന് പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുക. ഇന്ന് ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ കണ്ടു. പക്ഷേ ഞാനതൊരു പ്രശ്നമായി ഞാൻ പറയുന്നില്ല. അതൊക്കെ ഒരു പോളിറ്റിക്സിനകത്ത് അപ്പുറം ഇപ്പുറം നിൽക്കുമ്പോൾ ആഗ്രഹമൊക്കെ വരും. ഇതെല്ലാം ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കുഴപ്പം കൊണ്ടാണ്. അത് മോശമാണ് എന്ന് വരുത്താൻ വേണ്ടി ശ്രമിക്കുക എന്നൊരു മട്ടിൽ ഇങ്ങനെ കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും? അതാണോ നമ്മൾ ആഗ്രഹിക്കുന്നതാണോ? നമ്മൾ ഇതുവരെ ഞങ്ങൾക്ക് രാഷ്ട്രീയം പറയാനുള്ള കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. രാഷ്ട്രീയ കലവറയിൽ ആയുധങ്ങളില്ലാതിരിക്കുന്ന ആളുകളൊന്നുമല്ല ഞങ്ങൾ. അത് രാഷ്ട്രീയമുണ്ട്, ഞങ്ങൾക്കെല്ലാം രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയം പറയാനുമുണ്ട്. പക്ഷെ ഒരു ദുരന്തത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ നിസ്സഹായരാണ്. രാഷ്ട്രീയമേയില്ല. ഞങ്ങൾ ആ ഒരു ആയുധവും വിനിയോഗിക്കുന്ന പ്രശ്നമേയില്ല. ഞങ്ങൾ ആ കാര്യത്തിൽ എന്തെല്ലാം സഹായം അധികൃതർക്ക് കൊടുക്കാൻ പറ്റുമോ ആ സഹായമൊക്കെ കൊടുക്കാൻ തയ്യാറാണ്. ഒരിക്കലും ഞങ്ങളിതിനെ രാഷ്ട്രീയമായിട്ട് കാണുന്നില്ല. ഇപ്പോൾ ഞാൻ പറയുന്നത് പോലും രാഷ്ട്രീയമായിട്ടല്ല. ഇത്രയും കാര്യങ്ങൾ നമ്മളുടെ ഒരു ശരീരത്തിൽ തന്നെ കുത്തി 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 വേദനിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ സത്യം ഇതാണ് എന്നൊന്ന് പറയണ്ടേ? അതുകൊണ്ട് മാത്രം ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയം അവസാനിപ്പിക്കണം. സത്യം പറഞ്ഞാൽ അവിടെ നടന്ന ദുഃഖത്തിൽ പങ്കെടുക്കാത്ത ഞാൻ ചോദിച്ചു, ഇത്രയും ദുരന്തമുണ്ടായിട്ടും ദുരന്തത്തിലെ 2 മന്ത്രിമാർ ഈ മരണത്തിന് സാക്ഷികളായി നിന്നിട്ടും ആ പാവപ്പെട്ട വീട്ടിൽ കൊടുത്ത 50,000 രൂപയല്ലേ ഉള്ളൂ. ആന കുത്തിയ 10 ലക്ഷം. ഈ പാവപ്പെട്ട സ്ത്രീക്ക് ബിന്ദുവിന് കിട്ടിയത് 50,000. അതിന് ഇനി അടുത്ത ക്യാബിനറ്റ് കൂടണം എന്നാണ് പറഞ്ഞത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ടിനകത്ത് കളക്ടറാണ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ജില്ലയിൽ. നേരിട്ട് ചെയ്യാൻ വരെ നേരിട്ട് ചെയ്യാമല്ലോ. എന്തിനിത് ഡിലേ വരുത്തുന്നു? അത് ഡിലേ വരുത്തേണ്ട കാര്യമില്ലല്ലോ. കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതല്ലേ? അപ്പോൾ അതിന് തുക കൂടെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ അതേ ഡിമാൻഡിൽ തന്നെ നിൽക്കുകയാണ്. ആ കുടുംബത്തിന് മിനിമം 25 ലക്ഷം രൂപയെങ്കിലും കൊടുക്കണം. 2, അതിലൊരു കുട്ടിക്ക് താൽക്കാലിക ജോലി കൊടുക്കാം എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. ഞാൻ പറയുന്നത് താൽക്കാലിക ജോലിയല്ല. നമ്മുടെ ചെങ്ങന്നൂരിലെ മുൻ MLA അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മകന് കൊടുത്ത അത്രയും ആനുകൂല്യമെങ്കിലും ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് കൊടുക്കണ്ടേ? അവർക്ക് 25 ലക്ഷം രൂപ ആ കുടുംബത്തിന് സഹായമായി കൊടുക്കണം. 2ാമത്തെ കാര്യം ആ കുട്ടിക്ക് സ്ഥിരം ജോലി കൊടുക്കണം. 3ാമത്തെ കാര്യം ആ മകൾക്ക് അവിടെ ചികിത്സ, അത് സൗജന്യമായ വിദഗ്ധ ചികിത്സ കൊടുക്കണം. ഈ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ചെയ്തേ മതിയാകൂ. ഗവൺമെൻറ് ഇതിനകത്തുനിന്ന് മാറരുത്. കാരണം ഇത് ഗവൺമെൻറ്റിൻ്റെ ഡയറക്ഷൻ ഓഫ് ഡ്യൂട്ടി കൊണ്ടാണ് ഈ ദുരന്തം ഉണ്ടായത്. ഈ ദുരന്തത്തിൻ്റെ ഒരു ഭാഗത്ത് ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് ആ ഭാഗത്ത് നിൽക്കുന്ന ഗവൺമെൻറ് സ്വാഭാവികമായിട്ടും പ്രോപ്പർ കോമ്പൻസേഷൻ കൊടുക്കാനുള്ള ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. 2.5 വർഷമായിട്ട് അതെ, അവരാണ് കളക്ടർക്ക് കൊണ്ട് കത്ത് കൊടുത്തത്. UDF പ്രതിനിധികളുണ്ട്. കളക്ടർക്ക് കൊണ്ട് കത്ത് കൊടുത്തു. ഞാൻ ചോദിക്കാൻ, വിളിക്കുന്നവർ വിളിക്കാതെ ഈ ചാത്തം ഉണ്ണാൻ ചെല്ലുന്നവൻ എങ്ങനെ ചെല്ലാൻ പറ്റും? ഇവിടെ ഈ ഇതിൻ്റെ അതോറിറ്റി ഇല്ലേ? അവരല്ലേ വിളിക്കേണ്ടത്. യോഗം വിളിക്കേണ്ടതാരാ? മെമ്പേഴ്സാണോ? അവർക്ക് അധികാരമില്ലല്ലോ അതിന്. യോഗം വിളിക്കേണ്ടത് അതോറിറ്റിയാണ്. ആ അതോറിറ്റി 2.5 വർഷമായി വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് ആക്ഷേപം. അതിനാണ് അവർക്ക് കളക്ടർക്ക് കൊടുക്കാൻ കഴിയുന്നത്. HMCയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്ന കളക്ടർ. അതുകൊണ്ട് അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം നടപടിയൊന്നും എടുത്തില്ല. നടപടി എടുത്തില്ല എന്ന് മാത്രമല്ല, ഈ അന്വേഷണത്തിന് തന്നെ അദ്ദേഹത്തെ തന്നെയാണ് ചുമതലപ്പെടുത്തിയത്. അത് നടന്നോട്ടെ, ഗവൺമെൻറ്റിൻ്റെ ഇഷ്ടമാണ്. നിങ്ങൾക്കുള്ള ആക്ഷേപമാണെങ്കിൽ ഞാൻ നിഷേധിക്കുന്നില്ല. അങ്ങനെ ഒരു ആക്ഷേപം നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാനെന്തിനാണ് നിഷേധിക്കാൻ വരുന്നത്? ഞാനായിട്ട് ആ ആക്ഷേപമൊന്നും പറയുന്നില്ല. അവിടെ പ്രോപ്പറായി നടക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അതാണ് നമ്മുടെ ആവശ്യം.
ഈ അവിടെ തൊട്ടടുത്തുള്ള ജില്ലകളുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴയുടെ ഒരു ഭാഗം, എറണാകുളത്തിൻ്റെ ഒരു ഭാഗം. ഇതിൻ്റെ എല്ലാം മദർ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന കോട്ടയം മെഡിക്കൽ കോളേജാണ്. ആ മെഡിക്കൽ കോളേജിലേക്ക് സൗകര്യം വേണമെന്നുള്ളത് രാഷ്ട്രീയത്തിന് അതീതമായി നമ്മളുടെ പൊതു ആവശ്യമാണ്. ആ ആവശ്യമാണ് നമ്മൾ നോക്കുന്നത്. അതെ, നന്നായി. അപ്പോൾ അദ്ദേഹത്തിന് കൃത്യം അറിയാമല്ലോ എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത്. പിന്നെ പ്രത്യേകിച്ചൊരു അന്വേഷണം നടത്തേണ്ട കാര്യമല്ലോ, എഴുതി റിപ്പോർട്ടൊന്നും കൊടുത്താൽ പോരെ. നടത്തട്ടെ. ഞാൻ പറയുന്നത് ഇതൊക്കെ വെക്കുന്ന ആളുകളും ഏക്കുന്ന ആളുകളും ആലോചിക്കേണ്ടതല്ലേ. ആ അഡ്വൈസ് അതിൻ്റെ HMC ചെയർമാനെ തന്നെ ഇതിൻ്റെ അന്വേഷണത്തിന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കഷ്ടമാണ്. അങ്ങനെ ചെയ്യാമോ? എനിക്കറിയില്ല. അദ്ദേഹം കർഷകനാകാനും തയ്യാറാണോ എന്ന് പറഞ്ഞു. അപ്പോൾ കർഷകനാകാൻ തയ്യാറുള്ള ആളെ എന്തും ചെയ്യും എന്നാണല്ലോ ഈ പറഞ്ഞതിൻ്റെ പച്ച മലയാളം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം ചെയ്തോട്ടെ, ഞങ്ങൾ അതിനകത്തൊന്നും ഇടപെടുന്നില്ല. പക്ഷേ ഒരു ക്ലിനിക്കൽ സർവീസിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പെർട്ടൈസ് ഞങ്ങളെല്ലാം അംഗീകരിക്കുന്നതാണ്. അദ്ദേഹം ഏറ്റവും നല്ല വിദഗ്ധ ഡോക്ടർമാരിൽ ഒരാൾ തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് അദ്ദേഹം കക്ഷി പിടിക്കാൻ നടക്കണ്ടായിരുന്നു. രണ്ടല്ല, 3 പേരെ അപ്പം തന്നെ ഇല്ലല്ലോ. ഉള്ളിൽ കിടന്ന വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ ആരുമില്ല എന്ന് പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തിലേക്ക് ഇത് തിരിച്ചു വിടുന്നത് എന്തിനാണെന്നറിയാമോ? ഞങ്ങളും ജയകുമാറും തമ്മിലുള്ള തർക്കാക്കി മാറ്റാനാണ്. കാരണം ജയകുമാറിൻ്റെ ക്ലിനിക്കൽ എക്സ്പെർട്ടൈസ് ഈ കേരളത്തിലെ മുഴുവൻ ഡോക്ടേഴ്സിനും അറിയാം. നാഷണൽ ഇൻ്റർനാഷണൽ രംഗത്തും അദ്ദേഹത്തിന് റെക്കഗ്നേഷൻ ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സൽപ്പേര് കൊണ്ട് ഈ ദുർനടപടിയെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ വിടുക. അദ്ദേഹം ക്ലിനിക്കൽ സർവീസ് നടക്കട്ടെ. ഞങ്ങൾ പറയുന്ന അതല്ല, അവിടെ ഇടിഞ്ഞു വീണതാണ്. ഇവിടെ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞതിനകത്തെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഒരു കാര്യം കൂടെ വായിച്ചോളൂ. അദ്ദേഹം പറഞ്ഞത് ഇതിനു മുമ്പ് ഏതോ ഒരാൾ ഇതിനകത്ത് ഫിറ്റല്ല എന്ന് പറഞ്ഞാൽ എഴുതിയോ അങ്ങനെ എന്തോ ഉണ്ട്, പക്ഷേ ഇത് പൊളിച്ചു മാറ്റണമെന്ന ഒരു റിപ്പോർട്ടും ഞങ്ങൾക്ക് വന്നിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞില്ലേ. അപ്പോൾ ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റും ഈ സ്റ്റേറ്റ്മെൻറ്റും തമ്മിൽ എങ്ങനെയാണ് ഒരുമിച്ച് നിൽക്കുക? അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയൊരു റിപ്പോർട്ടും ഇല്ല, ആരും അത് പറഞ്ഞിട്ടുമില്ല. 2013 റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പൊളിക്കാൻ തീരുമാനിച്ചതെന്നൊക്കെ പറഞ്ഞല്ലോ. ഞാൻ അത് അങ്ങനെ അതിനെ വിപുലപ്പെടുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അങ്ങനെ വിപുലപ്പെടുത്താൻ UDF-നെ കക്ഷി ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുറകോട്ട് വലിച്ച് പുറകോട്ട് കൊണ്ടുപോകുന്നത്. അദ്ദേഹം തന്നെ അത് പൊളിച്ചല്ലോ. അദ്ദേഹം പറയുന്നതെല്ലാം സത്യമാണെങ്കിൽ ഇതും സത്യമല്ലേ? അപ്പോൾ അത് കുഴപ്പമില്ല. ഏതോ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ എന്തോ ഒന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൽ വലിയ കഥയൊന്നുമില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ. ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വായിച്ചിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞ അതാണ്.